ഗായ്സ്, എന്നോണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്നൊരു കുക്കിംഗ് റെസിപ്പിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല, 2-3 ദിവസം നൈറ്റ് ഉണ്ട്. അപ്പം 2 ദിവസത്തേക്കിനോളമുള്ള ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചു. റൈസ് ഉണ്ട്, പിന്നെ ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട. അപ്പം ഞങ്ങളുടെ ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണേ. കാരണം ഉണ്ടല്ലോ, ഇത് യൂട്യൂബിലൊന്നും തപ്പിയെടുത്തതൊന്നുമല്ല. എൻ്റെ മമ്മി ഉണ്ടാക്കും. അതെനിക്കൊന്ന് പറഞ്ഞു തന്നായിരുന്നു. അതിനകത്തോട്ട് ഞാൻ എൻ്റെയും കൂടെ കുറച്ച് ടിപ്സ് അങ്ങ് ആഡ് ചെയ്തു, എന്നിട്ട് അങ്ങ് ആക്കും. ഞങ്ങൾ ഖത്തറിലായിരുന്നപ്പം എന്താ പറയുക, എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചി ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. അപ്പം ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം. എന്നാൽ അത് നിങ്ങൾക്കും പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ചിക്കൻ ഫ്രൈ ചെയ്യണം. സാധാരണ നമ്മുടെ ചില്ലി പൗഡർ, കൊറിയൻഡർ പൗഡർ, പിന്നെന്താ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം കൂടെ ഇട്ട് പെരട്ടി അങ്ങ് വെക്കണം. കുറച്ച് നേരം വെക്കുവാണെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് പിന്നെ തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് മാക്സിമം വെച്ച് കാണും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത് ഇതേപോലെ അങ്ങ് കോരി വെക്കണം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സവോള, ടൊമാറ്റോ, ജിഞ്ചർ, വെളുത്തുള്ളി, ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇതെല്ലാം പിന്നെ പ്രത്യേക സ്റ്റൈലിൽ അരിയണമെന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഒരു സ്ഥലത്തോട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതുപോലെ അങ്ങ് അരിയുക. എന്നിട്ട് നമ്മൾ ആ ചിക്കൻ വറുത്ത എണ്ണയിൽ അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കുക. ഇതങ്ങ് ഒരു സെറ്റായി കഴിയുമ്പം ഇതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം അങ്ങ് ഇടുക. എന്നിട്ട് കുറച്ച് നേരം ആ മസാല ഒന്ന് വേവാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടെ അങ്ങ് ഇടുക. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി വെള്ളമല്ല കേട്ടോ, സോറി, ഇത് എന്താ പറയുക, ചാറ്, അതങ്ങ് വേണം പൊളിക്കാൻ. അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ അങ്ങ് ഒഴിക്കുക. കറി സെറ്റ്. പിന്നെ കറി റെഡിയായി പിന്നെ നമുക്കിവിടെ എന്തെങ്കിലും പൊറോട്ടയോ ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കാം. അതാകുമ്പോൾ പിന്നെ ഈസി പീസി പരിപാടിയാണ്, പെട്ടെന്ന് നടക്കും. ഞാൻ കറി പെട്ടെന്ന് പറഞ്ഞു പോയി, പക്ഷേ എന്താ പറയുക, പറയാൻ എളുപ്പമാണ്. ഇതങ്ങ് ആക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും മ്യൂസിക് എല്ലാം ഉണ്ടെങ്കിൽ അത് ഈ എക്സോസ്റ്റിൻ്റെ കേട്ടോ. ഇതൊന്ന് ഓൺ ചെയ്താക്കി ഇവിടെ പിന്നെ ഫയറിൻ്റെ ഇത് അടിക്കും, അലാം അടിക്കും, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. എന്നെക്കൊണ്ട് വയ്യ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി ഫയർ അലാം അടിച്ചാൽ പോയി അത് ഓഫ് ചെയ്യാൻ നിൽക്കണം. അതെല്ലാം പണിയാണ്. അതുകൊണ്ട് നിങ്ങളങ്ങ് ക്ഷമിക്കുക. പിന്നെ ഈ വീഡിയോ ഇങ്ങനെയല്ല എടുക്കുന്നത്, ഫസ്റ്റ് ടൈം കേട്ടോ. ഞാൻ തന്നെ എൻ്റെ കയ്യെ പിടിച്ചങ്ങ് എടുക്കുക. ഇതുവരെയായിട്ടും എടുത്തിട്ടില്ല. എനിക്ക് ഓൺ വോയിസ് അല്ല ഇടാനൊരു ഇതാണ്, എന്താ പറയുക, എൻ്റെ വോയിസ് ആർക്കും ഇഷ്ടമില്ലല്ലോ, കേട്ടാൽ രസമില്ലല്ലോ എന്നെല്ലാം വിചാരിച്ച്. പിന്നെ നമ്മളൊരു ട്രിപ്പ് പോയായിരുന്നു, പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ ഷോർട്സ് എല്ലാം കണ്ടു കാണുമല്ലോ. അപ്പം എത്രയാണെന്ന് വിചാരിച്ച ഷോർട്സിൻ്റെ ആ വീഡിയോ തന്നെ ഇട്ട് നിങ്ങളെല്ലാവരെയും വെറുപ്പിക്കുക. അപ്പം ഞാൻ നോക്കിയപ്പം ഒന്നുമില്ല, വീഡിയോ ഇടായിരുന്നു, കയ്യിൽ സ്റ്റോക്കൊന്നും ഇല്ല. അപ്പോൾ എന്നാൽ വിചാരിച്ചു എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കുക. അത് വിചാരിച്ചു എന്നാൽ ചിക്കൻ കറിയുടെ ഷോർട്സ് ഇടാം. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ തട്ടിക്കൂട്ടി ട്രൈ ചെയ്താലോ. അങ്ങനെയാണ് ഈ വീഡിയോ വരുന്നത്. അപ്പം എനിക്കപ്പോൾ വർത്തമാനം പറയുകയും ചെയ്യാം. വീട്ടിലാരും ഇല്ലാന്നേ, ജിൻ ചേട്ടായി ഡ്യൂട്ടിക്കും പോയി, പിന്നെ ഞാനേ ഉള്ളൂ. എനിക്ക് നൈറ്റ് അതാണ്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, ആൾമാർക്കെല്ലാം ഇന്ന് ഷിഫ്റ്റാണ്. അപ്പോൾ പിന്നെ വിളിച്ച് കത്തി അടിക്കാനും ആരും ഇല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് ഇരിക്കുക. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നാ ഒരു വീഡിയോ തട്ടിക്കൂട്ടിയേക്കാം. വീഡിയോ കൂടി ആകുമ്പോൾ എനിക്ക് വർത്തമാനം പറയാമല്ലോ. എനിക്ക് എൻ്റെ നാക്ക് ഇങ്ങനെ എന്താ പറയുക, ഒന്നും മിണ്ടാതെ അടച്ചിരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ വേ ഓഫ് ടോക്കിങ് നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും അങ്ങ് സഹിക്കും. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ കറി ഇതേപോലെ അങ്ങ് എന്താ പറയുക വരണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ വരക്കണം. പിന്നെ ഈ ടേസ്റ്റ് എല്ലാം വ്യത്യാസം കാണുമേ. ഞങ്ങൾ പൊടിയെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ കണ്ണൂരുകാരാണേ. അപ്പം കണ്ണൂരിലെ മലയോര പ്രദേശത്താണ് ഞങ്ങളുള്ളത്. സ്ഥലം വീടൊക്കെ പിന്നീടങ്ങ് പറഞ്ഞുതരാം. അപ്പം അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്താണ് സാധനമല്ല ഈ പൊടീസ് എല്ലാം വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, അതാണ് സത്യം. അവിടുന്ന് കൂടെ കുറച്ച് ദൂരത്തുള്ള സ്ഥലത്താണ് പുള്ളിക്കാരൻ പോയി വാങ്ങിയതല്ല. അതുകൊണ്ട് എനിക്ക് കടയുടെ പേരും നാളും അങ്ങനത്തെ സംഭവമൊന്നും അറിഞ്ഞുകൂടാ. ഞാനില്ലായിരുന്നു വാങ്ങാൻ നേരത്തെ. അതാണ് സംഭവം. അപ്പോൾ ഇതിങ്ങനെ വരണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് അളവ് ഇതൊന്നും എന്നോട് ചോദിക്കരുത്. എനിക്കെല്ലാം എൻ്റേതായ അളവാണ്. അങ്ങനെ പ്രത്യേകിച്ച് 1 ടീസ്പൂൺ വേണം, 1/2 ടീസ്പൂൺ വേണം,
അങ്ങനെയൊന്നും പറയണം. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അറിയത്തുമില്ല, അങ്ങനെയൊന്നും ഞാൻ ഉണ്ടാക്കാറുമില്ല. അതാട്ടോ എൻ്റെ കുക്കിങ്ങിൻ്റെ മെയിൻ ഡിഫക്റ്റ്. എൻ്റെ കെട്ടിയവൻ പറയുന്നതാണ്, എല്ലാത്തിനും ഒരു അളവ് വേണം, എത്ര ഇടണം. എനിക്കത് അറിയത്തില്ല, ഞാൻ അങ്ങനെ ഇടാറില്ല. എൻ്റെ അതൊരു കൈ കണക്കാണ്. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ നിങ്ങൾക്കല്ല എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ബോറടിച്ച് കാണുമല്ലേ? എനിക്കൊരു വീഡിയോ ഇടണമെന്ന് ഭയങ്കരമായ ആഗ്രഹം. കാരണം പണ്ട് ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടേ. അത് ഞാൻ എൻ്റെ വോയിസ് ഓവറാണ് കൊടുത്തേക്കുന്നത്. ഇവർ ഷോർട്സിൻ്റെ അത്രയും പോലും വ്യൂസ് ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ആർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാ, എൻ്റെ വേ ഓഫ് ടോക്കിങ് ആർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാ. ഇപ്പം പിന്നെ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. എൻ്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് പോകണം. അതാകുമ്പം ആരും നമ്മൾ ബോധ്യപ്പെടുത്താനോ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റേതായ രീതിക്കാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഇതെല്ലാം ഒറ്റക്കൈ പരിപാടിയാണേ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ പെണ്ണ് പറയുന്നത്? അതേന്നെ, ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ ഇത്. അപ്പം അതിൻ്റേതായ മിസ്റ്റേക്കുകളൊക്കെ വരും. ഇപ്പോൾ ഇട്ടത് മഞ്ഞപ്പൊടി. ഇനി വരാൻ പോകുന്നത് ചിക്കൻ മസാല. ഇതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പം പൊടിയെല്ലാം കൂടുതലും കുറവും എല്ലാം ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഇതുണ്ടല്ലോ, നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ പെണ്ണെന്താ ഇതൊന്നും എന്താ പറയുക ബോക്സിലോട്ടൊന്നും ആക്കായിരുന്നു. അതിപ്പോൾ പൊട്ടിച്ചതാണ്. നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കേട്ടോ, സോറി, ഇങ്ങനെ നമുക്ക് എന്താ പറയുക പാക്ക് ചെയ്ത് തരുന്നത് ആ ഷോപ്പിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസ് ഒന്നും എന്താ പറയുക കവറിൻ്റെ മണ്ടയ്ക്ക് മുകളിലൊന്നും ഇല്ല. അപ്പോൾ പിന്നെ അങ്ങനെ തരും. അതെല്ലാം എടുത്ത് വെക്കണം. കാരണം നേരത്തെ കൊണ്ടുവന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് പുതിയ ഈ കഴിഞ്ഞ തവണ ലീവിന് പോയപ്പം കൊണ്ടുവന്ന സാധനം എല്ലാം കൂടെ സെറ്റ് ആക്കിയത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇനി കുറച്ച് എന്താ പറയുക മല്ലിപ്പൊടി ഇടണം. അതിന് ഇതിപ്പോൾ ഒരു എന്താ പറയുക മല്ലിപ്പൊടി ഇത്രയും മതി. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. മല്ലിപ്പൊടി. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ വീരശുര പരാക്രമിയായ നമ്മുടെ സ്വന്തം മുളക് പൊടി ചേട്ടൻ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് പെട്ടെന്ന് തീർന്നു പോകുന്ന മുളക് പൊടിയാണ്. നിങ്ങളാരും വിശ്വസിക്കൂല, 5-6 കിലോ മുളക് പൊടിയൊക്കെ കൊണ്ടുവരും. പട്ടേന്ന് പറഞ്ഞ് തീർന്നു. കാരണം എല്ലാത്തിലും മുളക് പൊടി വേണമല്ലോ. അങ്ങനെയൊക്കെ തന്നെ മുളക് പൊടി പെട്ടെന്ന് തീരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ കുറേ മലയാളി ചേട്ടന്മാരെല്ലാം ബിസിനസ്സൊക്കെ നടത്തുന്നുണ്ടേ. അപ്പോൾ പിന്നെ നമുക്ക് സാധനമെല്ലാം കിട്ടും, പൈസ കൊടുക്കണം. അങ്ങനെയാണ്. ഷോർട്ട് ബ്രേക്ക് എടുക്കാൻ നമുക്ക് സമയമായി. ബിക്കോസ് മുളക് പൊടി കവറിനുള്ളിലാണ്, പൊട്ടിക്കണം. മീൻസ് എന്താ പറയുക എന്താ പറയുക അതിങ്ങനെ കവറിനുള്ളിൽ അടച്ചു തന്നേക്കുക. വീഡിയോ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താ പറയുക, നിങ്ങൾ കുറച്ച് നേരം ചിക്കൻ കറി കണ്ടോണ്ടിരിക്കുക. ഞാനപ്പോൾ എൻ്റെ ഈ മുളക് പൊടിയുടെ പാക്കറ്റ് ഒന്ന് പൊട്ടിക്കട്ടെ. കഷ്ടപ്പാടാണേ, ഒരു കൈ കൊണ്ട് പൊട്ടിക്കണ്ടേ, അതാണ് പ്രശ്നം. നോക്കാം, ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. എൻ്റെ കെട്ടിയോൻ വല്ല സ്പോൺസർ ചെയ്യുമെന്ന് നോക്കട്ടെ. സ്പോൺസറല്ല, സോറി, ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്യുമെന്ന് നോക്കട്ടെ. ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാതെ അങ്ങേര് പറയും, നീ വീഡിയോ ഇടത്തിൽ ഒന്നുമില്ല, നിനക്ക് പിന്നെ എന്നാത്തിനാ ഈ സാധന ജംഗമ വസ്തുവൊക്കെ പറയുന്നത്? ശരിയാണ്, ഞാൻ വല്ല ആണ്ടിന് സംക്രാന്തിക്ക് വീഡിയോ ഒക്കെ ഇടാറുണ്ട്. അപ്പൊ പിന്നെ അതിന് വേറെ വേറെ സാധനങ്ങളുമായിട്ട് പുള്ളിക്കാരൻ വാങ്ങിച്ചു തന്നാൽ നഷ്ടമല്ലേ? ഇറ്റ്സ് നഷ്ടം. അങ്ങനെ നമ്മുടെ സ്വന്തം മുളക് പൊടി ഇട്ടു. ഇത്രയും ഞങ്ങൾ കുറച്ചേ മുളക് പൊടി ഉപയോഗിക്കാവുള്ളൂ എന്ന് എനിക്കിവിടെ എന്താ പറയുക കർശനമായ താക്കീതുണ്ട്. നേരെ കെട്ടിയവന് ഇഷ്ടമല്ല മുളക്. അങ്ങനത്തെ മുളകൊന്നും അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാട്ടോ. എന്നാലും ഞാൻ ഉപയോഗിക്കും. എനിക്ക് ഇച്ചിരി മുളകും എല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് കഴിക്കാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ നുസ്രത്ത് ചേച്ചി, എൻ്റെ കത്തറിലെ ബെഡ ഫ്രണ്ട് ആയിരുന്നേ. ബെഡ ഫ്രണ്ട് എന്നെല്ലാം പറഞ്ഞാൽ ആ കട്ടച്ചങ്ക, ഖത്തറിലെന്നല്ല ഇപ്പോഴും അതെ, പുള്ളിക്കാരും നമ്മുടെ ബെഡ ദോസ്ത. അപ്പം ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു ചേച്ചിയുണ്ട്, എന്താ പറയുക, ചേച്ചിയുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ലേ. ഇപ്പം ഞങ്ങളങ്ങനെ വിളിച്ചിട്ട് കുറേ കാലമായിരുന്നു, അവരുടെ പേര് പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഹോസ്റ്റലിൽ വർക്ക് ചെയ്തപ്പം ഞാനിങ്ങനെ ഈ ചിക്കൻ കറി നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കിയായിരുന്നേ. അപ്പം അവർക്കെല്ലാം അങ്ങോട്ട് ഭയങ്കര ഇഷ്ടമായി. അവിടെ കുറച്ച് ഡോക്ടേഴ്സും, എൻ്റെ ഹസ്ബൻഡ് അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു.
പുള്ളിക്കാരനാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അപ്പോൾ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴേ ഞാനിങ്ങനെ അവരെല്ലാം ഇങ്ങനെ ഓർക്കാറുണ്ട്. ഞാനത് കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് ആയിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് മാറി എനിക്ക് ഹമ്മതി കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഖത്തർ ഗ്യാസിൽ വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ 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 ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയല്ലേ. അങ്ങനെ അങ്ങനെ ഇപ്പം വന്നിട്ട് UK-ലും എത്തി. UK-ലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആവും പോകുന്നു. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ വിൻ്റർ സീസൺ ആകുമ്പോൾ ശരിക്കും നമ്മൾ ഡൗൺ ആയിപ്പോവും. ഐ മീൻ ഡിപ്രഷൻ അങ്ങനെ. പക്ഷെ എന്തുകൊണ്ടോ ഞാൻ ലക്കിയാണ്. എനിക്ക് കുറച്ച് എന്നെ പോലെ വട്ടിൻ്റെ അസുഖമുള്ള കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളങ്ങ് സെറ്റായി പോകുന്നു, ദൈവം അനുഗ്രഹിച്ച്. ഇതുവരെ ഡിപ്രഷനൊന്നും വന്നിട്ടില്ല. എനിക്കിങ്ങനെ വരുന്നു, ഞാൻ ഇങ്ങനെ വാചകം അടിച്ചു വരുന്ന പിന്നെ ഡിപ്രഷനായി പോവില്ലേ ദൈവമേ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ വരും ചിക്കൻ കറി. പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് എന്താ പറയുക വെള്ളം ഒഴിക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ചാറ്, അങ്ങനെ നമ്മുടെ ചാറിട്ട് ഞാൻ വെള്ളമായിട്ട് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതങ്ങ് തിളയ്ക്കാൻ ഇച്ചിരി കുത്തലൊക്കെ ഉണ്ടെന്നേ. നിങ്ങൾ ഈ സൈഡിൽ വിചാരിക്കും ഇതെന്താന്ന്. വേറൊന്നും അല്ല, ഇത് നമ്മുടെ ഉണക്കപ്പാവയ്ക്കയില്ലേ, നാട്ടിൽ നിന്ന് മമ്മി ഒന്ന് വിട്ടതാ. എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി തന്നു വിട്ടതാ. അപ്പം ഇന്നലെ നോക്കിയപ്പോൾ ഉണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക കറി വെക്കാനുള്ള സാധനമല്ല നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ലെന്നല്ല. ഞങ്ങൾ പറഞ്ഞില്ലേ ട്രിപ്പ് പോയേക്കുമായിരുന്നു, അതുകൊണ്ട് സാധനമൊന്നും അങ്ങ് വാങ്ങി വെച്ചില്ല. പിന്നെ മമ്മിയുടെ പാവയ്ക്കയും മുട്ടയും പിന്നെ ഒരു വാഴയ്ക്കല്ല ഇരുന്ന് അതെല്ലാം വെച്ചങ്ങ് സെറ്റാക്കി. നമ്മളോടെ കളി. അങ്ങനെ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. ഇനി ഇതങ്ങ് കുറച്ച് നേരം ഇരുന്ന് തിളയ്ക്കും. അത് ഫ്ലെയിം അങ്ങ് കുറച്ചങ്ങ് വയ്ക്കണം. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. ഇനിയിപ്പം ടേസ്റ്റ് ഇല്ല. അതിന് എൻ്റെ യൂട്യൂബേഴ്സാണ് കാരണം. ഓക്കെ, ഇനി എനിക്ക് വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതായത് ഒരു അച്ചാർ ഉണ്ടാക്കണം. ഞങ്ങൾ ഷോപ്പിങ്ങിന് സാധാരണ മലയാളി ഐറ്റംസ് എല്ലാം വാങ്ങാൻ 2 മാസത്തിലൊരിക്കൽ എല്ലാമായിട്ട് 2-3 മാസം, ചിലപ്പോൾ 1 മാസത്തിനിടയിൽ പോകും കേട്ടോ. അങ്ങനെ പോകുന്നത് ഇവിടെ ഓക്സ്ഫോർഡാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നമ്മുടെ നെല്ലിക്കയെല്ലാം ഇരിക്കുന്നുണ്ട്. നെല്ലിക്ക, നമ്മുടെ കാന്താരി മുളക് അങ്ങനെയെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് ഉപ്പിലിടും, ചിലപ്പോൾ അച്ചാറായിരിക്കും കേട്ടോ. അങ്ങനെയെല്ലാം ഇടണം. അതിനായിട്ട് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിടണം. അതിടാൻ നേരത്തെ ഈ ഒറ്റക്കൈ പരിപാടി പറ്റില്ലല്ലോ. അങ്ങനെ ഇത് കണ്ടോ, ഈ ചിക്കൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ആണ് ഞാൻ നമ്മുടെ കരിവേപ്പില, പിന്നെ 2 പച്ചമുളക് കീറിയത് എല്ലാം കൂടെ അങ്ങിടും. കരിവേപ്പില എന്ന് പറയുമ്പോൾ നാട്ടിലെ ഫ്രഷ് കരിവേപ്പിലൊന്നും അല്ല. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഇച്ചിരി പാടുമെല്ലാം ചെയ്തു. നമ്മുടെ കുറേ ചേച്ചിമാരെല്ലാം യൂട്യൂബിലെല്ലാം ഇങ്ങനെ ബോക്സിലെല്ലാം ഇട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാണിക്കാറുണ്ട്. കുറേ ഞാൻ ട്രൈ ചെയ്യേ, പക്ഷേ എനിക്കങ്ങ് ബോറടിക്കും. ഇതിനകത്തെല്ലാം വന്നു കഴിഞ്ഞ് വാങ്ങി ഇതെല്ലാം ഇങ്ങനെ ആക്കാൻ ഭയങ്കര ബോറെന്നല്ല, ഭയങ്കര മടിയാണ്. ആണല്ലോ സിഗ് പച്ചൊരു. അങ്ങനെ കരിവേപ്പിലയായി. ഇതിങ്ങനെ നടന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇങ്ങനെയാണെങ്കിൽ ആര് കരിവേപ്പില കഴിക്കാൻ പോകുന്നു? ഇവിടെ ആരും കഴിക്കാറില്ല. അതങ്ങ് എടുത്തും കളയും. അപ്പം ഇങ്ങനെ ഒറ്റയടിക്ക് കിടക്കുവാണെങ്കിൽ എടുത്തു കളയാൻ എളുപ്പമാണല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്നതാ ഈ പറയുന്നത്. ഈ പെണ്ണിങ്ങനെയൊക്കെ ആട്ടോ. എൻ്റെ പപ്പയോട് ചോദിച്ചാൽ പറയും അവളുടെ വാ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തില്ലെന്ന് മനുഷ്യൻ്റെ. പപ്പയോട് മാത്രമല്ല, എന്നെ അറിയാവുന്ന എല്ലാവരോടും ചോദിച്ചാൽ ഇതൊക്കെ തന്നെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് പച്ചമുളക്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ എന്താ പറയുക ഇതിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നത്. ദൈവാനുഗ്രഹിച്ച് ഇവിടെ പച്ചമുളക് ഇല്ലേ? ഉണ്ട്. ഇതാണ് നമ്മുടെ അച്ചാറിന് വേണ്ടി അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനി മുളക് അടിപൊളി. അത് ഞാൻ ഒറ്റ കൈ കൊണ്ട് പരിപാടി നടത്തണം. എന്താ ചെയ്യുക,
സമ്മതിക്കണം. എൻ്റെ വന്നിട്ട് വീഡിയോ ഞാൻ നിങ്ങളൊന്നും കാണാതെ ചള്ള് വീഡിയോ എന്നെല്ലാം പറഞ്ഞാലുണ്ടല്ലോ എനിക്കങ്ങ് ശരിക്കും സങ്കടം. ഇത് ഞാൻ കഴുകി വെച്ചതായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് വൃത്തിയില്ലേ എന്ന് പറയരുത്. ഞാൻ കഴുകി വെക്കുന്നത്, ഞാൻ വാങ്ങുമ്പോഴേ എല്ലാം കഴുകി വെക്കും. അതുകൊണ്ട് ഡോണ്ട് വറി. എന്നോട് എൻ്റെ കൂട്ടത്തിൽ പണ്ട് വർക്ക് ചെയ്തൊരു ചേച്ചി പറഞ്ഞു തന്നാണേ, നമ്മൾ മുളകിൻ്റെ ഞെട്ട് എന്നാണ് ഞങ്ങളുടെ കണ്ണൂർ ഭാഷയിലെല്ലാം പറയുന്നത്. നിങ്ങളുടെ എല്ലാം ഭാഷ ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിങ്ങനെ അങ്ങ് ആക്കിയേക്കാം. അപ്പം ഞെട്ടോടുകൂടെ ഇടണം, അതിനാണ് നല്ലതെന്നെല്ലാം പറയുന്നത്. ചില സമയത്ത് ഞാൻ ഭയങ്കര ഡയറ്റ് കോൺഷ്യസും അങ്ങനെ ഭയങ്കര സെറ്റപ്പെല്ലാം ആകുമ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഇടാറുണ്ട്. അല്ലാത്തപ്പം ഞെട്ടെല്ലാം കളഞ്ഞു. വീണ്ടും ശങ്കരൻ ഓൺ ദ തെങ്ങ്. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ. ഇങ്ങനെയാണ് കറി വരിക. കുറച്ച് നേരം തിളയ്ക്കാൻ വെക്കും കേട്ടോ. ഇതിൽ ഞാനൊരു പൊട്ടപ്പരിപാടി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായി, ചിലവർക്ക് മനസ്സിലായി കാണും, ചിലവർക്ക് മനസ്സിലായി കാണത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ കാണിച്ച കുറേ എന്താ പറയുക പൊട്ടപ്പരിപാടികൾ കാണിച്ചു. അതിന് മെയിനായിട്ടൊരു പൊട്ടപ്പരിപാടി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടേരെ. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എനിക്കുണ്ടല്ലോ നല്ല സാധാരണ യൂട്യൂബേഴ്സെല്ലാം വർത്താനം പറയത്തില്ല, അതുപോലെ വർത്താനം പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് തുടങ്ങി കഴിയുമ്പം എൻ്റേതായ സ്ലാങ്ങേ വരത്തുള്ളൂ. പിന്നെ എനിക്ക് ഞാനായിട്ട് പറയാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ മറ്റുള്ളവരെ ഫോളോ ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതേപോലെ എന്നോട് ആരെങ്കിലും നല്ലതായിട്ട് പറഞ്ഞു തന്നാലും ഉണ്ടല്ലോ ഞാൻ കേൾക്കത്തില്ല. എനിക്ക് എൻ്റേതായ വഴിയുണ്ട്, അതേ ഞാൻ ചെയ്യത്തുള്ളൂ. എന്ത് ചെയ്യാൻ ആരും പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ കുക്കിങ്ങും അങ്ങനെ പഠിച്ചതും. എന്നെ ആരും പഠിപ്പിച്ചില്ലെന്നല്ല, എൻ്റെ മമ്മി കുറച്ച് ട്രൈ ചെയ്തു. പിന്നെ മമ്മിക്ക് മനസ്സിലായി ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവളുടെ ഇഷ്ടത്തിനേ ഉണ്ടാക്കത്തുള്ളൂ എന്ന്. മമ്മി പറയും. മമ്മി എന്നെ കൊണ്ട് അങ്ങനെ കുക്കൊന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ വെക്കേഷനല്ല, അതിൻ്റെ മുന്നിലത്തെ വെക്കേഷൻ ഞാൻ നാട്ടിൽ പോയപ്പം എൻ്റെ മമ്മി ശരിക്കും സർപ്രൈസ് ആയിട്ട്. ബിക്കോസ് അവർക്കെല്ലാം പനിയൊക്കെ ആയിരുന്നേ. ഞാൻ അടുക്കളയിൽ കയറി പെട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് കുക്കിംഗ് എല്ലാം നടത്തി. അപ്പം എൻ്റെ മമ്മി ഇവളോ എന്നായിപ്പോയി. കാരണം ഞാൻ വീട്ടിലൊന്നും അങ്ങനെ കുക്കൊന്നും ചെയ്യത്തില്ല, ഉണ്ടാക്കിയത് കഴിക്കും. പക്ഷേ ഞാൻ എന്താ ചെയ്യുക, ഞാൻ പെട്ടെന്ന് പരിപാടി തീർക്കും. എനിക്ക് അടുക്കള കുറേ നേരം നിൽക്കുന്നൊന്നും ഭയങ്കര സങ്കടം വരും. അയ്യോ ഞാൻ അടുക്കള കുറേ നേരം നിൽക്കുന്നത്, എൻ്റെ സമയം കുറേ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. അങ്ങനെയെല്ലാം തോന്നും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പണി തീർക്കും. ടച്ച് വുഡ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി ചിക്കൻ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതങ്ങനെ ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. അപ്പം എൻ്റെ മമ്മിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട്. എൻ്റെ മമ്മി ഇവളിങ്ങനെയോ ഇവളിങ്ങനെയാണ്. പിന്നെ മമ്മിക്ക് ഒരു കാര്യം പണ്ടേ അറിയാവുന്നതാണ്. എൻ്റെ മമ്മി പറയുന്നതാണ്, ഇവൾ കൊടുങ്കാറ്റ് പോലെ അടുക്കളയിലൊരു വരവും കാണാം, പെട്ടപ്പടയുന്ന കാര്യങ്ങൾ തീർക്കുന്നതും കാണാം, ഒറ്റ പോക്ക് പോകുന്നതും കാണാം. ഞാൻ അങ്ങനെയാണ്, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ഇപ്പോഴാണെങ്കിലും അതെ. ഇപ്പോഴുണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അഡ്മിനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ 8:30 ഡ്യൂട്ടിയാവും. അപ്പോൾ പുള്ളിക്കാരൻ 8:30 പോകും. ഞാനൊരു 10 മണി, ചിലപ്പോൾ 10:30 എല്ലാം എഴുന്നേക്കും. ചിലപ്പോൾ പുള്ളിക്കാരൻ ബ്രേക്കിന് വരുമായിരിക്കും, ലഞ്ച് ബ്രേക്കിന്. അപ്പം ആ ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ടൈമേ കിച്ചണിൽ നിൽക്കത്തുള്ളൂ. അതിനുള്ളിൽ എന്നാന്ന് വെച്ചാൽ തട്ടിക്കൂട്ടി ഉച്ചക്കത്തേക്കിനും വൈകുന്നേരത്തേക്കിനുള്ളത് സെറ്റാക്കി ഞാനിവിടെ നിന്ന് ചാടിയിട്ട് പ്രത്യേകിച്ച് വേറെ വലിയ പരിപാടിയൊന്നും ഇല്ല. ഒന്നെങ്കിൽ ഇവിടെ സോഫ ഇരുന്നിട്ട് റീൽസ് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നാട്ടിലോട്ടെല്ലാം വിളിക്കാനുള്ളതാണെങ്കിൽ നാട്ടിലോട്ട് കത്തിയടിക്കും. ഞാൻ എൻ്റെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ വീട്ടിൽ നിന്നാണ് വളർന്നത്, മമ്മിയുടെ വീട്ടിൽ. അപ്പം എനിക്ക് പിന്നെ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കാൻ ഡാഡി അമ്മച്ചിയുണ്ട്. അതുകൊണ്ട് പിന്നെ നോ പ്രോബ്ലം. അങ്ങനെ ഒരു അയ്യോ എൻ്റെ ഫോൺ എടുക്കാൻ അവരെല്ലാം ബിസി ആയിരിക്കും, അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഏത് സമയത്ത് വിളിക്കാത്തൊരു പ്രശ്നമേ ഉള്ളൂ. ഡാഡി അമ്മച്ചി നമുക്ക് എന്താ പറയുക, സെറ്റപ്പാ. ഞാൻ എൻ്റെ തർക്കുത്തരം മുഴുവൻ പറയാം. അങ്ങനെയൊന്നുമല്ല, ഞാൻ തർക്കുത്തരം എല്ലാവരുടെ അടുത്തും പറയാം, അത് വേറെ കാര്യം. പക്ഷെ ഡാഡി എന്താ പറയുക, നമ്മുടെ ഓൺ സ്പേസിൽ നമുക്ക് എന്തും പറയാമല്ലോ. അവിടെ നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല, ഒന്നുമില്ല. നമ്മളായിട്ട് കാണുന്നത് നമ്മുടെ പേരൻസും ഗ്രാൻഡ് പേരൻസും നമ്മുടെ ഹസ്ബൻഡൊക്കെയാണ്. ഇവിടെയെല്ലാം നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്, അവരുടെ അടുത്തും റിയൽ ആട്ടോ. അവരെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഷോർട്സിൽ കൂടെ അവരെല്ലാം കണ്ടു കാണും. ഇനിയിപ്പം വരും വീഡിയോസിലും കാണാം. പക്ഷേ അതിലൊരാൾ കുറച്ച് ദൂരെയാണ്, അപ്പം നമുക്ക് അങ്ങോട്ട് പോകണം. ഞാനും കുഴപ്പമില്ല, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരായിട്ട് നമ്മൾ അങ്ങ് എത്തുമല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളുടെയൊക്കെ ദിവസം എന്തായി? നാട്ടിലെന്താ അവസ്ഥ? ഇപ്പോൾ ചൂട് തുടങ്ങി കാണും അല്ലേ? ഖത്തറിൽ ഇപ്പോൾ എന്തായിരിക്കും?
ഇതിപ്പം ഫെബായി. ഖത്തറിൽ തണുപ്പല്ലായിരിക്കും അല്ലേ? ഖത്തർ ഞങ്ങൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയല്ല, എന്താ പറയുക, ഫുഡിൻ്റെ എല്ലാം കാര്യത്തിൽ ഖത്തറിലെല്ലാം നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് പോലും ഉണ്ടാക്കത്തവളായിരുന്നു. അന്ന് കയറി കിടന്നുറങ്ങുക, എവിടെന്നെങ്കിലും ഓർഡർ ചെയ്യും, വീടിൻ്റെ അവിടെ വന്ന് എത്തും, ചെന്നങ്ങ് എടുത്താൽ മതി. ഞങ്ങൾക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഖത്തറിൽ. ഞങ്ങൾ ഗറാഫയിലാട്ടോ സ്റ്റേ ചെയ്തിരുന്നത്. നേരത്തെ ഞങ്ങൾ എന്തായിരുന്നു, ഈ ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, സോറി ഗൈസ്, ആ സ്ഥലം ഞാൻ ഫസ്റ്റ് താമസിച്ച സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. മറന്നുപോയെന്നല്ല, കിട്ടുന്നില്ല. ചിക്കോഫ്റ്റ് ജംഗിലുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, ഗറാഫയിൽ നമുക്കൊരു ചായമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. പൊളിയാ. അവിടുത്തെ ഒരു ഇക്കയുണ്ട്, അവിടെ കൊണ്ടുത്തരും. ജിഞ്ചേട്ടൻ വിളിച്ച് ഓർഡർ ചെയ്യും, കൊണ്ടുത്തരും, ഫുഡ് കഴിക്കും. നല്ല കമ്പനിയായിരുന്നു. അങ്ങനെയൊക്കെ എൻ്റെ എന്താ പറയുക, ഒരു ചിക്കൻ കറിയും കണ്ടിട്ട് നിങ്ങൾ എൻ്റെ വാചകടി മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് ബോറടിച്ച് കാണുമല്ലേ? അപ്പോൾ ശരി ഗായ്സ്, ഞാൻ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഓക്കെ, ടേക്ക് കെയർ, ബൈ ഗായ്സ്.